നമസ്കാരം. ഒടുവിൽ ശരിയായി. വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി CBSE പുനർമൂല്യനിർണ്ണയ അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങി. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള സൈറ്റിൽ തകരാർ പരിഹരിച്ച് ഇന്ന് രാവിലെയോടെയാണ് സൈറ്റ് പ്രവർത്തനക്ഷമമായത്. ഇന്നു മുതൽ ഈ മാസം 6 വരെ അപേക്ഷ സമർപ്പിക്കാമെന്നാണ് CBSE അറിയിച്ചിരിക്കുന്നത്. ഇന്നലെയും വെബ്സൈറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വന്നതോടെ കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. നിയമസഭയിൽ വിലക്കയറ്റത്തിന്മേലുള്ള അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ അയൽ സംസ്ഥാന സ്വദേശികളായ ദമ്പതികളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്ത്, ഭാര്യ രാധ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭയിൽ വിലക്കയറ്റത്തിന്മേലുള്ള അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. നികുതി വിഹിതം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ശക്തമായ വാദപ്രതിവാദങ്ങൾ നടന്നു. ഈ സംസ്ഥാനത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ധവളപത്രം സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വരുന്നുണ്ട്. മനസ്സിലായോ? വരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടി അതിൻ്റെ അകത്തുണ്ട്. ഇപ്പൊ പറഞ്ഞതിനൊക്കെയുള്ള മറുപടി, കൃത്യമായ മറുപടി അതിൻ്റെ അകത്തുനിന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്ന് എന്ത് കിട്ടി, ഇപ്പോൾ എന്ത് 16-ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എന്ത് കിട്ടുന്നില്ല എന്നൊക്കെ കൃത്യമായി അങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടല്ലോ. അതാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ തോളത്തിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ആ ഫിസ്ക്കൽ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങളതൊരു ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ പേപ്പർ. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാക്കുന്ന വിസ്മയകരമായ ധവളപത്രം സർക്കാർ ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ സഭയെ അറിയിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചത്. സർക്കാരിന്റെ ഇത്തരം ഉമ്മാക്കി കണ്ട ആരും പേടിക്കില്ലെന്ന് പിണറായി വിജയൻ തിരിച്ചടിച്ചു. ധവളപത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് വരുമ്പോൾ നമുക്ക് കാണാം. അതിനെക്കുറിച്ച് എന്താണോ പറയാനുള്ളത് ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. ആ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഞങ്ങളുടെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് മുഖ്യമന്ത്രിയോട്. ഇന്ധനവില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതി വിഹിതമെങ്കിലും ഇളവ് ചെയ്ത് ജനങ്ങളുടെ ഭാരം കുറയ്ക്കണമെന്ന് പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ആവശ്യപ്പെട്ടയാളാണ് VD സതീശനെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സഭയിൽ ചൂണ്ടിക്കാട്ടി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശബ്ദമുയർത്തിയതും നാട്ടിൽ സമരം നടന്നതുമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് പെട്രോളിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അതിൻ്റെ ടാക്സ് കുറയ്ക്കണം, സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഇളച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞുകൊണ്ടാണ്. സാർ, അദ്ദേഹം അത് പറഞ്ഞൊരാളെന്ന നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വർദ്ധിച്ച അധിക നികുതി സംസ്ഥാനത്തിന് കിട്ടുന്നത് ഇളച്ചു കൊടുക്കുന്നത് ജനങ്ങളോടുള്ള മര്യാദയാണ് എന്ന് പറഞ്ഞ് അന്ന് സമരം ചെയ്ത മുഖ്യമന്ത്രി അത് സംബന്ധിച്ചുള്ള നിലപാട് പറയണ്ടേ? എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുന്ന മണ്ടത്തരം കാണിക്കില്ലെന്നും മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് രേഖകളിലുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ അയൽ സംസ്ഥാന സ്വദേശികളായ ദമ്പതികളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്ത്, ഭാര്യ രാധ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. സിംഗപ്പൂരിൽ ജോലി നോക്കുന്ന വാഴക്കുന്ന് സ്വദേശിയുടെ വീട്ടിലെ ഗാർഡനർമാരാണ് ഇരുവരും. ഇതിനടുത്തുള്ള വാടക വീട്ടിലാണ് താമസം. ഞായറാഴ്ച മുതൽ കാണാതായതിനെ തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് വീട് തുറന്നു നോക്കിയപ്പോഴാണ് മരണവിവരം അറിയുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക വിവരം. സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നാളെ മുതൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ തീവ്രമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും വെള്ളിയാഴ്ച ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 29 ലിറ്റർ അനധികൃത ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ പിടിയിൽ. മതിലകം സ്വദേശി അറക്കൽ വീട്ടിൽ സനി എന്നയാളെയാണ് മതിലകം പോലീസ് പിടികൂടിയത്. മെയ് 31 വൈകിട്ട് 3:30 മതിലകം പാലത്തിനടുത്ത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പ്രതിക്കെതിരെ കേരള അബ്കാരി ആക്ടിലെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമ നടപടികൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എറിയാട് പടിയത്ത് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ധർമ്മദേവ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ഭണ്ഡാരപ്പണവും വെങ്കലമണികളും മോഷ്ടിച്ച കേസിൽ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എറിയാട് വൈദ്യർ ജംഗ്ഷനിലെ പടിയത്ത് വീട്ടിൽ ഷിജിത്താണ് അറസ്റ്റിലായത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സബ് ഇൻസ്പെക്ടർ വിവേക്, GSI ഷാബു, GASCPO ഗിൽബർട്ട്, CPO വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത്. മാള ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്ത്രീ സംരംഭകർക്ക് തയ്യൽ മെഷീൻ, കിടപ്പ് രോഗികൾക്ക് എയർബെഡ്, വാക്കർ, ഭവന നിർമ്മാണ സഹായധനം എന്നിവ വിതരണം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു എടത്താടൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസിന്റെ മുദ്ര തന്നെയാണ് ഈ കഴിയുന്ന നമ്മുടെ വരുമാനത്തിന്റെ ഒരു ചെറിയൊരു അംശം അത് സാധാരണക്കാരുടെ കുടുംബത്തെ അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി അവരുടെ ആരോഗ്യ സൗകര്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ മെമ്പറായിരിക്കുന്നതിൻ്റെ തന്നെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പോൾ അത് നമ്മളിപ്പോൾ എല്ലാവരും ഒരു പരിധിയിനുള്ളിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിലും ചില ആൾക്കാർ അങ്ങനെയല്ല, കൃത്യമായിട്ട് സംഖ്യമായിട്ട് വെച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒട്ടനവധി ലൈൻ മെമ്പർമാരെ എനിക്കറിയാം. ഇതൊരു ആ സേവനം നമ്മളെല്ലാവരും ഒരു പാഠമായിരിക്കണം, അതൊരു ഗുണപാഠമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ ക്ലബിൽ മീറ്റിങ്ങിൽ പോകുമ്പോൾ വളരെ കുറവാണ്. ആകെ ഒരെണ്ണം കണ്ടുപോയി കഴിഞ്ഞ തവണ പോയപ്പോൾ ക്ലബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സോൺ ചെയർമാൻ MN പ്രവീൺ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ധന്യ ദേവദാസ്, ബിന്ദു റപ്പായി, ഗ്രാമപഞ്ചായത്ത് അംഗം നിത ജോഷി എന്നിവർ വിവിധ കാരുണ്യ പ്രവൃത്തികളുടെ വിതരണം നിർവഹിച്ചു. ജീജ ദേവസി, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭയിൽ വിലക്കയറ്റത്തിന്മേലുള്ള അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിലക്കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. ചാലക്കുടി പോട്ട വാഴക്കുന്നിൽ അയൽ സംസ്ഥാന സ്വദേശികളായ ദമ്പതികളെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ഉമിത്ത്, ഭാര്യ രാധ എന്നിവരെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.